മിഡിൽ ഈസ്റ്റിലെ യുദ്ധമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ന്യൂസ് ചാനലുകൾ നമ്മൾ തുറന്നാൽ കാണുന്നത് മിസൈലുകൾ ഓടിക്കളിക്കുന്നതാണ്. ബുർജ് ഖലീഫയുടെ സൈഡിൽ കൂടെ മിസൈൽ തെക്കോട്ടും വടക്കോട്ടും പാഞ്ഞു കളിക്കുന്നു എന്ന രീതിയിലും ഒരുപാട് പേര് മരിക്കുന്നു എന്ന രീതിയിലുമാണ് നമ്മുടെ ന്യൂസ്. പക്ഷേ ഇന്ന് രാവിലെ അടുത്തൊരു ന്യൂസ് വന്നു. യൂസഫ് അലി സാർ വന്നതെന്ന് പറയാണ്, കേരളത്തിലെ മീഡിയ ഒന്നും ശരിയല്ല, ഇവർ കാണിക്കുന്ന അഗ്രസീവായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതിനെതിരെയും ആക്ഷൻ എടുക്കുമെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പകുതി മീഡിയയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന ആംഗിളിൽ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നതെന്ന് പറയേണ്ടി വരുന്നു. അപ്പൊ ഈ യുദ്ധത്തിന്റെ സത്യാവസ്ഥ എന്താണ്? ഇങ്ങനെ ഒരു യുദ്ധം ആവശ്യമായിരുന്നോ? ഇനി ഈ യുദ്ധം നടത്തിയതിനുള്ള കാരണം ലെജിറ്റിമേറ്റ് ആണോ? കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ തെക്കോട്ടും വടക്കോട്ടും ഇന്ത്യ മുഴുവൻ ഓടി നടന്ന ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന സെക്കൻഡ് ക്ലാസ് മുസ്ലിംസ് എന്നുള്ളവരല്ല, ആ രാജ്യത്ത് ജനിച്ച് വളർന്ന ആ സമുദായത്തിലുള്ള ആളുകൾ പറയുന്ന എന്താണ് എന്ന് നമുക്ക് കേൾക്കണം. ഒരു കാലത്ത് ഇറാൻ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും റിച്ചസ്റ്റ് കൾച്ചർ ഉള്ള ഒരു പേർഷ്യൻ രാജ്യമായിട്ട് അറിയപ്പെട്ടിരുന്നു. ഏത് കാലത്ത്? വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, ഒരു 50 വർഷം മുമ്പാണ് പേർഷ്യൻ രാജ്യം. എന്തുകൊണ്ട്? അവർ ഓപ്പൺ കൾച്ചർ ആയിരുന്നു, അവര് ലിബറൽ ആയിരുന്നു. അവർക്ക് സ്ത്രീകൾക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അന്ന് എല്ലാ രീതിയിലും അവർ റിച്ച് ആയിരുന്നു. ഈവൻ സമ്പത്ത് പ്രകാരമാണെങ്കിലും ഈവൻ പഠിത്തത്തിലും അവർ വളരെ മുന്നോട്ടായിരുന്നു. ഇറാനിയൻ യൂണിവേഴ്സിറ്റീസ് ഫേമസ്. പക്ഷേ ഈ ഖൊമൈനിയുടെ കാലം വന്നപ്പം തൊട്ടേ എങ്ങനെ വന്നു? അത് പിടിച്ചടക്കുമായിരുന്നു. ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ വാളുകൊണ്ട് വെട്ടി കീറി പിടിച്ചടക്കുകയായിരുന്നു ഇസ്ലാമികൾ. അതെ, ഇസ്ലാമിസ്റ്റുകൾ അതൊരു ഇസ്ലാമിക് രാജ്യമായി മാറ്റുകയായിരുന്നു. അതന്നെയല്ലേ ഈ താലിബാന്റെ സെയിം ആർഗ്യുമെന്റ്, താലിബാൻ പിടിച്ചടക്കിയ പോലെ തന്നെയാണ്. അപ്പൊ ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അതിലാണ് ആക്ച്വലി നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് ചോദ്യം ചോദിക്കും, ഇയാൾ 50-60 വർഷം മുമ്പേ പിടിച്ചടക്കി, അന്ന് മുതലേ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു, മുടി വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളെ പബ്ലിക്കായിട്ട് ഹാങ് ചെയ്യുന്നു, ഇതൊക്കെ അന്ന് മുതലേ ചെയ്യുന്നത്. അപ്പൊ ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവര് ഡ്രസ്സ് എങ്ങനെ ധരിച്ചുകൊണ്ടിരുന്നത്? അയ്യോ, അവർക്ക് അന്ന് ഭയങ്കര ലിബറൽ ആയിരുന്നു, യൂറോപ്യൻ സ്റ്റൈലായിരുന്നു. അതായത് അവരുടെ ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു, വള്ളിക്കളസ് ഇട്ട്. ഐ മീൻ ആ കളിയിൽ അവർക്ക് അങ്ങനെ പറ്റുള്ളൂ, ഇന്ന് നടക്കൂ. ഈ ഇറാൻ തന്നെയാണോ ഈ പേർഷ്യ എന്ന് പറയുന്നത്? ഒരു സ്ഥലം മാത്രമല്ല, 2-3 രാജ്യങ്ങൾ ചേർന്നാണ് ആ ജോഗ്രഫി എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അവര് വളരെ സമ്പത്തുള്ള ഒരു രാജ്യത്ത് ഇന്നത്തെ അവരുടെ കറൻസി ഇടിവെട്ടിപ്പോയ പോലെയായി. നീ ചോദ്യം എന്താ? ആ വ്യക്തി മരിച്ചു പോയതിൽ ആ രാജ്യത്തെ സ്ത്രീകൾ, അവിടെ ജനിച്ചു വളർന്ന സ്ത്രീകൾ അവർ സന്തോഷിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ഈ ഖമനി മരിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ കുറെ വിഭാഗങ്ങൾ ഒട്ടുമുക്കാലും സന്തോഷിക്കുകയും അവിടുന്ന് തന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും എന്താണ് പ്രശ്നം? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇതിപ്പോ ഒരു ഇറാനിയൻ സ്ത്രീയാണ്. Something's really funny happening right now. People in Iran and Iranian outside of Iran are celebrating, dancing in the street, cheering, and like we're all happy. But people in Pakistan and India are sad and they're crying over him. അതാണ് റിയാലിറ്റി. അവര് ചോദ്യം ചെയ്യാണ്, ഞങ്ങള് ജനിച്ചു വളർന്ന രാജ്യത്ത് ഇങ്ങേരെയും കൊണ്ട് വയ്യാതായിട്ട് ഞങ്ങൾ ജീവിക്കായിരുന്നു, ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമാണ്. അപ്പം നമ്മൾ ഈ ഒരു യുദ്ധം വന്നതിന് ശേഷം ഏത് ചാനൽ ഓപ്പൺ ചെയ്താലും ഇത് തന്നെയാണ്, റൈറ്റ്? എന്തുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബോംബ് പൊട്ടിച്ച് കളിക്കുന്നത് കാണിക്കുന്നില്ല ഇവന്മാര്? കാരണം അത് മുസ്ലിം യുദ്ധമാണ്, കാണിക്കുന്നതിൽ വലിയ സന്തോഷമില്ല. ഇസ്രായേൽ ഇടപെട്ടപ്പോ ജൂതന്മാരും മുസ്ലിംസും തമ്മിലായി, അമേരിക്ക ഇടപെട്ടപ്പോ ക്രിസ്ത്യൻസും മുസ്ലിമും തമ്മിലായി. ഐ മീൻ അവർക്ക് അതൊരു വിൽക്കാനുള്ള ഒരു ചരക്കായിട്ട് റേറ്റിംഗും കൂട്ടാൻ ശ്രമിക്കുന്നതാണ്. അതെ, ഡോക്ടർ ദാനിയേൽ പറഞ്ഞ പോലെ ഈ ഇറാനിലെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് സ്ത്രീകളെ കൊന്നിരുന്നു. അതെന്തുകൊണ്ട് ചാനൽ റിപ്പോർട്ട് ചെയ്തില്ല? റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ മാസം തന്നെ എത്ര ലക്ഷം പേരെയാണ് റെവല്യൂഷൻ നടത്തിയതിന് വേണ്ടി തല്ലിക്കൊന്നിരുന്നത്. അതായത് ഞങ്ങൾ കാനഡയിലുള്ള സമയത്ത് അവിടെ ഒരുപാട് ഇറാനിയൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൂടെ പഠിച്ചവരുണ്ടായിരുന്നു. അവിടെ എന്നും പ്രൊട്ടസ്റ്റാ. എന്താ? അവരുടെ രാജ്യത്ത് തല കവറിങ് നിർബന്ധമാക്കി, അപ്പോ അതില്ലാതെ വെളിയിൽ ഇറങ്ങുന്ന പെണ്ണുങ്ങളെയൊക്കെ പബ്ലിക്കായിട്ട് തല്ലുകയായിരുന്നു. അതിനെതിരെ പ്രൊട്ടസ്റ്റ്. ഞാനല്ലേടാ, നിങ്ങളൊക്കെ ഇറാനികളാ, അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യടാ, ഇവിടെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഇല്ല, അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അടിയിട്ട്. അതാണ് അവിടുത്തെ ഭരണകൂടം എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരിവിടെ ബലൂചിസ്ഥാനും തമ്മിൽ
നല്ല യുദ്ധം നടക്കുകയാണ്, നല്ല ആൾക്കാർ മരിക്കുന്നു. അതാണ് അഫ്ഗാനിസ്ഥാൻ മറ്റൊക്കെ സപ്പോർട്ട് നിൽക്കുകയാണ്. ഒരു സെയിം രാജ്യമായിട്ട് തന്നെ മാറാൻ വേണ്ടിയിട്ടാണ്, ബലോച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ഏറ്റവും സുന്ദരമായ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ബലോചിസ്ഥാൻ. അവർക്ക് ഈ രാജ്യത്ത് നിന്ന് മാറണമെന്ന ആഗ്രഹം വന്നപ്പോൾ അതിനെ ബാക്കിയുള്ള ഒരു വെളിയിൽ നിന്ന് ഫണ്ടിങ്ങും സപ്പോർട്ടിങ് വന്നു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അത് എത്തിച്ചേരുന്നത്. അപ്പൊ അതൊരു മതപരമായിട്ടുള്ള പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അവര് ഈ ബലൂചിസ്ഥാന് ഇന്ത്യ അംഗീകരിക്കത്തില്ലല്ലോ. അവർ ഇപ്പൊ പ്രശ്നമാണെങ്കിൽ തന്നെ അവർ ഉള്ളുകൊണ്ട് അംഗീകരിച്ചതാ ഇതാണല്ലോ. അല്ല, ഇപ്പൊ താലിബാൻ സ്വന്തമായിട്ട് രാജ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളത് അംഗീകരിച്ചല്ലോ. അംഗീകരിക്കാൻ വേറെ വഴിയില്ലല്ലോ. ഇപ്പൊ ഇറാനും ആ കാലത്ത് ഇപ്പൊ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയ പോലെ തന്നെ 10 പേരെ കൊന്ന് 1000 പേരെ ബോംബിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പൊ നമ്മുടെ കാശ്മീർ എന്ന് പറയുന്ന പോലെയാ. ഇന്ന് പറയുമ്പോൾ മെജോറിറ്റി മുസ്ലിംസ്, ഏറ്റവും കൂടുതൽ പേര് ഇയാൾ മരിച്ചു പോയതിന് നെഞ്ചത്തടിച്ച് കരയുന്ന കാശ്മീരികളാണ്. ബട്ട് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിത്തുകളെ മുഴുവൻ ചവിട്ടി പുറത്താക്കിയിട്ട് ഇവർ വന്നത്. ശരിക്കും അതിന്റെ ബേസിലേക്ക് പോകുമ്പോൾ അതിന്റെ മുതലാളി ആരായിരുന്നു, ആ സ്ഥലത്തെ ശരിക്കുമുള്ള കൾച്ചർ എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നമ്മൾ പുറമോട്ട് പോകുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ ഈ യുദ്ധം മേ ബി ഈ സമയത്ത് വേണ്ടിയിരുന്നതല്ല. ഇയാൾ ഇത് അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ, അയാൾ കയറിയപ്പോൾ മുതൽ കാണിക്കുന്ന മുഴുവൻ അമ്മാര് തൊട്ടിത്തരമായിരുന്നെങ്കിൽ അന്നേ ചെയ്യണമായിരുന്നു. ഇന്ന് ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽ വെളി വന്നു, എന്നിട്ടും മറച്ചു വെക്കാൻ പറ്റാത്ത എന്തോ കാര്യം മറച്ചു വെക്കണമെന്ന് ദൃഢമായി ചിന്തിക്കുന്ന ഒരു കാര്യം മറച്ചു വെക്കാനായിരിക്കാം ഈ യുദ്ധം. അമേരിക്ക ഈ യുദ്ധം തുടങ്ങാൻ എന്തെങ്കിലും കാരണമില്ലാതെ അവർ തുടങ്ങില്ല. അവർ എന്തെങ്കിലും അഡ്വാൻറ്റേജ് അവരുടെ നേട്ടത്തിന് വേണ്ടിയാണത് അവർ. കാരണം അവർ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ ഹിജാബ് മാറ്റി ഫ്രീഡം കൊടുക്കാൻ അവർക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ. ഇല്ല, കാരണം ചെയ്യാനായിരുന്നു നേരത്തെ ചെയ്തത്. ഇപ്പൊ മേ ബി ഒരു കറൻസി റീസെറ്റ്, ബ്രെട്ടൻ വുഡ്സ് 3.0 ആയിരിക്കാം, നമുക്കറിയില്ല. ഡെപ്റ്റ് റീസൈക്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ മൊത്തം ഡെപ്റ്റും ആദ്യം മുതൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം. കാരണം അമേരിക്കക്ക് ഇപ്പൊ ഒരുപാട് കടമാണ്. അവരുടെ GDP ഡെപ്റ്റ് ടു GDP നോക്കി നമ്മൾ പേടിച്ചു പോകും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഇതിന് പുറകിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ പറയുന്നത് നമ്മുടെ മീഡിയയിൽ കാണിക്കുന്ന കാര്യങ്ങളിൽ ഈ ആർഗ്യുമെന്റ് ഒന്നും ആരും വെക്കുന്നില്ല. വെക്കുന്ന ആർഗ്യുമെന്റ് മുഴുവൻ ജൂതന്മാര് മുസ്ലിംസിനെ, ക്രിസ്ത്യാനികൾ മുസ്ലിംസിനെ എന്നുള്ള രീതിയിലാണ്. ഇറാനി ആൾക്കാരെ, അവരെ പൗരന്മാരെ സംരക്ഷിക്കാനും അവരെ രക്ഷിക്കാനും വേണ്ടിയുള്ള, അവരെ ലിബറലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു യുദ്ധം പറയുന്നത്. അല്ല, അതിൽ ഒരുപാട് സത്യാവസ്ഥയും ഉണ്ട്. എന്ന് വെച്ചാൽ ആ രാജ്യത്തെ ജനതയിൽ ഒരു 60-70% ആളുകളും സന്തോഷവാന്മാരാണ്. അതിൽ തന്നെ 90% സ്ത്രീകളും ഹാപ്പിയാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ എന്താ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളൊന്നും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നില്ല? സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട, സ്കൂളിലെ പെണ്ണുങ്ങൾ എഴുതി ഒരു ബുക്കും വേണ്ട, കോളേജിൽ ഇതെല്ലാം എടുത്തോളാൻ പറഞ്ഞു. അവർ പറയാ പെണ്ണുങ്ങൾക്ക് ബുദ്ധി ഇല്ലാതെ എഴുതി വെച്ച് വായിച്ചാൽ നമ്മളും പൊട്ടന്മാരായി പോകുന്നു. പാകിസ്ഥാനിലും അങ്ങനെ തന്നെ. പാകിസ്ഥാനിലെ ടൗൺ അല്ലാതെ വില്ലേജ് ഏരിയയിലൊന്നും പെൺകുട്ടികളൊന്നും സ്കൂളിൽ പോകുന്നില്ല. ഇവിടെ നമ്മുടെ കാണുന്ന ഈ ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ പോയിട്ട് ഈ തട്ടമിട്ട താത്താമാരൊക്കെ ഇത്രയും പറയുമ്പോൾ അവർക്ക് ഈ രാജ്യത്തിൽ നിന്നാൽ കിട്ടാകുന്ന ആ ഫ്രീഡം അത് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ഇറാനിലാണ് അവർ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നെന്ന് വെക്കുക. എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥ ഇത്രയും കാലം തുടർന്നുകൊണ്ടാണല്ലോ ഇന്ന് യുദ്ധം ഉണ്ടായത്. ഈ 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അല്ല, കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ വലിയൊരു ബേസ് തന്നെയായിരുന്നു ഈജിപ്ത്, ഇറാൻ, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അവരുടെ ജനസംഖ്യ കുറഞ്ഞു? അതിപ്പോ പാകിസ്ഥാനിൽ എന്തുകൊണ്ട് ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു? ബംഗ്ലാദേശിൽ ഇപ്പൊ ലൈവായിട്ട് എന്തുകൊണ്ട് കുറയുന്നു? ഓടി നടന്ന് പിടിച്ച് കത്തിക്കുക. ഹിന്ദുക്കൾ അത് ഇന്ത്യയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവര് വലിയ ഡയലോഗ്സേ ഉണ്ടാവുള്ളൂ. ആ സമയത്തൊന്നും കാണൂല. RSS അതിന് തുനിഞ്ഞിറങ്ങിയ. കാരണം വീഡിയോസിൽ നമുക്ക് കാണാൻ നോർത്തിൽ പറയുന്നത് മുസ്ലിംസ് വലിയ ഇതൊക്കെ ഇട്ട് മീശൊന്നും ഇല്ലാതെ ചാടിയൊക്കെ വെച്ചിട്ട് പറയണം എന്നിട്ട് പറയാ 15 മിനിറ്റ് പോലീസ് ഒന്ന് മാറി നിന്നതാ, ഞങ്ങൾ കാണിച്ചേരാ ഇസ്ലാം ആരാന്ന്. ചെല്ലങ്ങോട്ട് അമ്മാരുടെ അടുത്തോട്ട് കാണിക്കാൻ. അവര് വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടാണല്ലോ നടക്കുന്നത്. കാരണം ഹിന്ദു മുസ്ലിം ലാളെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് പണ്ടും ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ മുഗളന്മാർ ഇവിടുന്ന് വട്ടവും വിട്ട് ഓടൂലല്ലോ. അവരിന്നും ഭരിക്കില്ലേ, ഷഡ്ഡിയും വലിച്ചോണ്ട് ഓടിയില്ലേ? റൈറ്റ്. ആ അവസ്ഥയിലേക്ക് എന്തിനാ പോകുന്നത്? അങ്ങനെ ചിന്താഗതിയിലേക്ക് പോകാതെ ഇന്ന് ഇപ്പൊ UAE പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ, അവിടെ എന്താ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നില്ലേ? ഹിന്ദുക്കൾ ജീവിക്കുന്നില്ലേ? ആർക്കാ റെസ്ട്രിക്ഷൻ? പോർക്കൊരു ആ രാജ്യത്ത് വിൽക്കുന്നുണ്ട്. നിങ്ങൾ കഴിക്കുക, വേണ്ടേ കഴിക്കണ്ട, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. റൈറ്റ്. ആ എക്കോണമിയിലേക്ക് വേണ്ടി ജീവിക്കുക, ജോലി എടുക്കുക, കുടുംബം പോറ്റുക, അങ്ങനെ പോവുക. ഇത് അതിനു പകരം എനിക്ക് 15 പിള്ളേരായാലും കുഴപ്പമില്ല, ഒരു മുസ്ലിം ലൈവായിട്ട് വന്നു നിന്നൊരു റിപ്പോർട്ടർ സംസാരിക്കാൻ പറയുന്ന ഇവിടെ പഠിത്തം ഫ്രീ, മെഡിക്കൽ ഫ്രീ, തുണി ഫ്രീ, ഭക്ഷണം ഫ്രീ. പിന്നെ എന്തുകൊണ്ട് കൂടുതൽ കുട്ടികളായിക്കൂടാ? ഞങ്ങൾ കുറേ കുട്ടികളുണ്ടാകും. 2 നേരം ജോലി എടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് 2-3 കുട്ടികൾ കൂടുതൽ താങ്ങാൻ പറ്റുന്നില്ല. ഫീസ്, ചെലവ്, ആശുപത്രി എല്ലാം കൂടെ. ഒരു ജോലിയും കൂലി ഇല്ലാത്തവർ പറയുന്ന ഡയലോഗാ. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് പോപ്പുലേഷൻ ചേഞ്ച്. പക്ഷെ ഇത് പറയുമ്പോൾ എന്താ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? നമ്മുടെ ഇപ്പൊ കേരളം ഭരിച്ചിരുന്ന നേതാക്കന്മാരിൽ 2 പാർട്ടി എടുത്താലും എനിക്ക് തോന്നുന്നു ഇപ്പം കോൺഗ്രസ്സുകാർക്ക് AK ആന്റണി എന്ന് പറയുന്നത് നല്ലൊരു നേതാവായിരുന്നു. അവർ കുറ്റം പറയാത്ത നല്ലൊരു നേതാവായിരുന്നു.
അതുപോലെ തന്നെ ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരെ എടുത്ത അച്യുതാനന്ദൻ എന്ന് പറയുന്നത് നല്ലൊരു നേതാവായിരുന്നു. അവരൊക്കെ ഉറച്ചു നിൽക്കുന്ന ഞങ്ങളുടെ സഖാവ് എന്ന് വിളിക്കുന്ന ആളാണ്. അവരും പറഞ്ഞു കേൾക്കണം. 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ഇദ്ദേഹത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. അല്ല, ഇദ്ദേഹം ഇത് പറയുന്ന കാലത്ത് നമ്മളൊക്കെ വള്ളിക്കളസം ഇട്ട് നടക്കുന്ന കാലമാണ്. അതെ. അപ്പൊ അന്ന് അത് കണ്ട് ആസ് എ ലീഡർ പുള്ളി പറഞ്ഞു. അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് അന്നുണ്ടായിരുന്നു ഈ പാർട്ടികളിൽ, ഇന്നില്ല. ജനങ്ങൾക്ക് അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യാനല്ലല്ലോ പ്രശ്നം. അപ്പൊ അതാണ് ഇപ്പൊ ഈ നടക്കുന്ന യുദ്ധത്തിൽ. അടുത്ത 10 വർഷം കഴിഞ്ഞ്, അടുത്ത 20 വർഷം കഴിഞ്ഞ് ഇറാൻ എന്ന രാജ്യം ഡെമോക്രസി ആയി വളരുകയാണെങ്കിൽ, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, ഒരു സൂപ്പർ പവറായി മാറുകയാണെങ്കിൽ, അന്ന് ഇവർക്ക് മനസ്സിലാവോ ഇയാൾ ചെയ്തുകൊണ്ട് വല്ല ഗുണം ഉണ്ടായി എന്നുള്ളത്. മോസ്റ്റ് ലൈക്ലി ഇപ്പോ ഇറാനിൽ നിന്ന് വെളിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്നവർ തന്നെ കുറച്ച് പേരുണ്ട്. അവർ ചിലപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞ് ഡെമോക്രസി ആയ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകും. അവരൊക്കെ വിദേശത്ത് പോയി പഠനം കഴിഞ്ഞ് അവിടെ ജീവിക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടുന്നവരാ. കാരണം അവിടുത്തെ എക്കോണമി വളരെ വേഴ്സ് ആയതുകൊണ്ട്. ഇവിടെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം ഉണ്ടെന്ന് ഉറപ്പായാൽ കുടുംബമായി ജീവിക്കുന്ന പലരും അങ്ങോട്ട് തിരിച്ചു പോകും. 50 വർഷം കഴിയുമ്പോൾ ഇറാൻ വിൽ ബി ദ ഓൾഡ് ഇറാൻ. അതെ, ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരും, ജോലികൾ വരും. ഈവൻ ഇപ്പോഴും അവിടെയുള്ള കുട്ടികൾക്ക് വെളിയിൽ പോയി പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുപോലെ കേരളത്തിലെ ഏതോ ഒരു ചാനലിനകത്ത് ചായ കുടിക്കുന്നതിനെ കുറിച്ച് നോയമ്പ് കാലത്ത് എന്തൊക്കെയോ പ്രശ്നം. ട്വിറ്റർ ചാനലാന്ന് തോന്നുന്നു, ശ്രീകണ്ഠൻ നായർ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഏതൊരുത്തം കമന്റ് ചെയ്യും റമദാൻ മാസമാണ് മാറ്റി വെക്കാൻ. അപ്പൊ ഇതിന് കോമഡിയേഴ്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനല് ഇതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ പറയുന്നത്, ഒരു മുസ്ലിമിന് ഇയാൾ ചായയുടെ കപ്പ് പിടിച്ച എന്താ കുഴപ്പം, അത് വല്ല സംഘീയമായിരിക്കും. ഈ പറയുന്ന മരയുളയാ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള വീഡിയോസ് ഇപ്പൊ ലൈവായിട്ട് കാണുക, വേണേ നിങ്ങൾക്കും കണ്ടോ. അവരവിടെ പബ്ലിക്കായിട്ട് സായിപ്പന്മാര് അവരുടെ ബാൽക്കണിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ റമദാനാണ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ തല്ലുക. സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വെച്ച് അതിനകത്ത് ആൾക്കാർ കാപ്പ് കുടിക്കുന്നതിന് അടിച്ച് പൊട്ടിക്കുക. GCC കൺട്രിയിൽ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ അവിടെ ആയിരുന്നല്ലോ, ഒരു പ്രശ്നമില്ല. അതാണ് പ്രോബ്ലം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തന്നെ ഫോറിൻ മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ഒരു 10 വർഷം മുമ്പ് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ രാജ്യത്തായിരുന്നെങ്കിൽ ജയിലിൽ ഇടാനുള്ള വേസ്റ്റുകളെ യൂറോപ്പും അമേരിക്കയും എടുത്തോണ്ട് പോകുന്നത് കൊണ്ട് തന്നെ റാഡിക്കലൈസ്ഡ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാകാൻ പോകുന്നതിന് യൂറോപ്പിലെ ആദ്യം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അയാൾ ക്ലീൻ ആയിട്ട് എല്ലാവരുടെയും ഫ്രണ്ടിൽ ഇംഗ്ലീഷിൽ പറയാതെ പറയാൻ നേരത്തെ അയാൾ എടുത്ത് പറയുന്നുണ്ട്, ഐ ഡോണ്ട് വാണ്ട് യു ഗൈസ് ടു ഗെറ്റ് ഇറ്റ് റോങ്, അതുകൊണ്ട് ഐ ആം സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, ഐ നോ ദെയർ ഈസ് എ ട്രാൻസ്ലേറ്റർ. അപ്പം ഇതിൽ സംഘിക്ക് വന്നിട്ട് ഇത് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് ഏതോ ഒരു മുസ്ലിമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. ഈ ചോദ്യം ചെയ്യപ്പെടുന്നതും ഈ അറബുകളും ഒന്നും സംഘി അല്ലല്ലോ. ഒരു അറബിക്ക് BJP എന്നോ സംഘി എന്നൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. നമ്മുടെ ഒരു മന്ത്രിയാണ് ചാണകം തിന്നുന്നവർ ചാണകം തിന്നട്ടെ, ഞങ്ങൾ ബീഫ് തിന്നുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ ബീഫ് എന്ന് പറയുമ്പോൾ കാറ്റഗറി ഇസ് ഡിഫറെന്റ്. അത് പോത്താണോ എന്നുള്ളത് നമ്മൾ നോക്കണം, അല്ല കാളയാണോ എന്നുള്ളത് നോക്കണം. പോത്തിനെ അവരും കഴിക്കും, അവർക്ക് യാതൊരു പ്രശ്നമില്ല. അവർക്ക് ഗോ മാതാവാണ്, കൗ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. മനസ്സിലായി? ഇതുപോലും തിരിച്ചറിയാതെ എങ്ങനെ ന്യൂനത ഭിന്നത ഉണ്ടാക്കാൻ കുത്തിക്കയറ്റാന്നുള്ളത് നോക്കുന്നോണ്ടാണ്. ആ സമയത്ത് പന്നിയുടെ ഒരു സ്റ്റാൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അവര് ചെയ്യില്ല. അതാ ഈ യുദ്ധത്തിന്റെ കാര്യം. റിയാലിറ്റി വരുമ്പോ ആ റിയാലിറ്റി അവർക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് വ്യൂ കിട്ടുക വിക്ടിമൈസ് ആയാലാണ്. ഒയ്യോ അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ്. അതിലേക്ക് പോവുകയാണ് അമേരിക്ക, ഇസ്രായേൽ ഭയങ്കരമായിട്ട് വെറുതെ ബോംബിടുന്നു. അതുപോലെ തന്നെ ഇറാൻ തിരിച്ച് ഈ പറയുന്ന ഇത്രയും GCC കൺട്രികളിൽ നമ്മുടെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ട് വാണം വിട്ട് കളിക്കണത് നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ഈ ബർജ് അറബിൽ വന്ന് വീഴുന്നതിന്റെ വീഡിയോയോ അല്ലെ ബർജ് ഖലീഫയുടെ മൂട്ടിൽ വരുന്നതിന്റെ വീഡിയോ ഒന്നും നമ്മൾ കാണില്ല. ഇപ്പം ബഹ്റൈനിലും ഒമാനിലും ഒക്കെ ഒരുപാട് മലയാളികളുടെ വീഡിയോസ് ഉണ്ട്. അവരിങ്ങനെ റോക്കറ്റ് പോകുന്നൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഏരിയയിൽ വന്ന് വീണ് പൊട്ടുന്നു തുടങ്ങി, അയ്യോ എന്റെ കുഞ്ഞ് അവൻ ട്യൂഷൻ അങ്ങോട്ടാ പോയേക്കുന്നതെന്ന് ഒരു അമ്മ നിലവിളിച്ച് കരയുന്ന വീഡിയോ നമ്മൾ കണ്ടു. അപ്പൊ നമ്മുടെ ആളുകൾ അവിടെ ഉള്ളതുകൊണ്ടാ ഇറാനായി ഇവിടുന്ന് നമുക്ക് അറിയുന്നത്, ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ അല്ലാത്തവരായിരുന്നു പറഞ്ഞാൽ ഓ അമേരിക്ക വിട്ടാ. ഇറാനിലെ ഒരു വ്യക്തി പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ GCC കൺട്രിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, അമേരിക്കക്കാരെ അവിടുന്ന് പറഞ്ഞു വിടണം, മീൻസ് അവിടുത്തെ അതെ അതുകൊണ്ടാണ് അവരടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ചോദ്യം ഉള്ളത്, അവിടെ അടിച്ചാൽ പോരെ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തിനാ ഇവരടിക്കാൻ പോകുന്നത്? അല്ല, അത് എപ്പോഴും ഇവരുടെ ഒരു ജനറൽ ടാക്ടിക്സ് ആണ്, റൈറ്റ്? അവരൊരിക്കലും പറയുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അവരെ സംബന്ധിച്ച് ഒരു യുദ്ധം ഇപ്പൊ അവർ വെള്ളക്കൊടി കാണിച്ച് തൽക്കാലം നിർത്തുക എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കരുത്. കാരണം സമാധാനം എന്ന് ആദ്യം പറഞ്ഞിട്ട് കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ കാഫറുകളെ പോയി തല്ലുക കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നയം. അത് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്, റൈറ്റ്? വെള്ള തുണി പൊക്കി കാണിച്ചതിന് ശേഷം അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോയി കുത്തിക്കൊല്ലുക. നമ്മൾ വെളിയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന് സൗദി മുസ്ലിംസ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത്. സൗദ് എന്ന് പറയുന്ന ഒരു കുടുംബമാണ്, ആ കുടുംബം മുസ്ലിം കുടുംബമാണ്. പക്ഷെ പ്രോബ്ലം അവരുടെ ഖലീഫ അല്ല ഇവരുടെ ഖലീഫ. ഇവര് പറയുന്നു ആ ഖലീഫ കള്ളനാ, അയാൾ ശരിയല്ല, എന്നാൽ അവര് പറയുന്നു ഈ ഖലീഫ നല്ലതാണ്. അപ്പൊ അയാളുടെ കുറെ റൂളുകൾ ഇവർക്കില്ല, ഇവരുടെ കുറെ റൂളുകൾ അവർക്കില്ല. അപ്പം
ഈ റൂളുകൾ വിചിത്രമായ റൂളുകൾ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നും ആ വിചിത്രമായ റൂളുകൾ മാറ്റാൻ വേണ്ടിയാണ് ഈ യുദ്ധം എന്നുള്ളത് ഇച്ചിരി വിവരമുള്ള ആളുകൾക്കും എല്ലാ ഇറാനികൾക്കും അറിയാം. കോമൺ ആയിട്ട് നിങ്ങൾ കാണികൾ ഇതിന് മറുപടി പറയണം. ഞാനൊരു വീട്ടിൽ പോയി, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മറ്റൊരു മുസ്ലിമിന്റെ വീട്ടിൽ പോവാം, എന്നിട്ട് അയാളോട് പറയാം നിങ്ങളുടെ മോളെ 10 ദിവസത്തേക്ക് എനിക്ക് കല്യാണം കഴിച്ചു തരണം, 10 ലക്ഷം രൂപ ഞാൻ തരാം. ഇത് സത്യത്തിൽ എന്താണ്? വ്യഭിചാരം. ഇല്ലേ? അവർക്ക് ഇത് മൂത്ത മാരേജ് എന്ന് പറയും. അത് സുന്നികൾക്ക് അബ്രോഗേറ്റ് ചെയ്തിട്ടുണ്ട്, ഷിയാകൾക്ക് അബ്രോഗേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാനാണല്ലോ ഭേദം. മറ്റേത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? അതുപോലുള്ള മറ്റു കുറെ ഡിവൈഡുകൾ അവരുടെ ഇടയിലുണ്ട്. ഇതിൽ ഇന്ന് ഇന്ത്യയിലുള്ള പല സ്ത്രീകളും തട്ടത്തിന്മറയത്ത് വന്നിട്ട് പറയുക സുന്നികള്, അതായത് സൗദികള് മുസ്ലിംസ് അല്ല, ഇത് അബ്രോഗേറ്റ് ചെയ്യാതെ ഇന്നും കൊണ്ട് നടക്കുന്നവരാണ് ശരിക്കുമുള്ള മുസ്ലിംസ്. അടിപൊളി. ഡയറക്ട് ഡിസെൻഡൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് അല്ല, കൺവേർട്ടഡ് ആയിട്ടുള്ള അബ്ദുള്ള മഹ്മൂദ് ഒക്കെയാണ്. അതായത് ഡയറക്ട് ഡിസെൻഡന്റ് ജോർദാന്റെ രാജാവൊക്കെയാണ് അവരുടെ ഡയറക്ട് ഡിസെൻഡന്റ് ആയിട്ട് രാജകുടുംബം ഇരിക്കുന്ന ആളുകൾ. അവര് വസ്ത്രം ഒന്ന് കാണണം. ഈ യുദ്ധം നിർത്തണമെന്ന് ഇതുവരെ റഷ്യ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, we can come sit on a table എന്ന് സൗദി പറഞ്ഞു, ഒമാൻ പറഞ്ഞു. ഒമാൻ മീഡിയേറ്റർ ആയിട്ട് മീഡിയേറ്റ് ചെയ്യാൻ അത് ചെയ്യുന്നു. ഇന്ത്യ ഇതുവരെ ഒരു ബോംബ് ഒമാനിലോട്ട് ഇട്ടു. തന്റെ ഒരു ഗിണ്ടി ഷിപ്പിൽ പറഞ്ഞൊരു ബോംബ് അങ്ങോട്ട് ഇട്ടു. അപ്പം ഇറാനെ സംബന്ധിച്ച് ഇപ്പൊ അതിനകത്ത് ഒരു പ്രസ്റ്റീജിയസ് പ്രശ്നമുണ്ട്, പൊളിറ്റിക്കൽ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഇത്രയും കാലം ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക. അടുത്ത ആളെ തെരഞ്ഞെടുത്തായ 24 മണിക്കൂർ ഭരിക്കാൻ പോയിട്ട് വള്ളിക്കളസ് ഇടാൻ പോലും സമയം കിട്ടിയില്ല, അപ്പടെ പൊട്ടിച്ചു. ഇല്ല, അമേരിക്ക പറയുന്നത് ഇറാനെ ഒരു ന്യൂക്ലിയർ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല, അവരൊരു ന്യൂക്ലിയർ രാജ്യം ആക്കരുത് എന്നുള്ളത്. അതെന്താ ആളുകൾ അവന് ന്യൂക്ലിയർ ഉണ്ട് ഇവന് പാടില്ല എന്ന് പറയാൻ അവനാരാ? അതാണ് ചോദിക്കുന്നത്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൗദിയുടെ ഹെഡ്, അതായത് ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ, പുള്ളി ഒരു പഴയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ന്യൂക്ലിയർ വാർ ഒന്നും വേണ്ട, ബട്ട് ഇഫ് ഇറാൻ ഗെറ്റ്സ് ഇറ്റ് we will too. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോഴാണ് പറയുന്നത് ഓ നിങ്ങൾ മതം വർഗീയതാണ്. ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കും, 1400 വർഷത്തെ ഹിസ്റ്ററി ഉണ്ട്. ഇസ്ലാം ക്രിസ്ത്യൻ യുദ്ധം, ഇസ്ലാം ജൂതൻ യുദ്ധം, ഇസ്ലാം യുദ്ധം. അത് എപ്പോഴും യുദ്ധമാണ്. അതാണ് ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അല്ലെ പിന്നെ ബായ് ബലേബേഷ് കൊടുക്കാതെ യുദ്ധം ചെയ്യുന്ന എന്തിനാ? അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ അവർക്ക് ന്യൂക്ലിയർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ന്യൂക്ലിയർ വേണം എന്നാണ് സൗദി പറയണത്. ഇറ്റ് മേക്ക് സെൻസ്. അപ്പൊ അങ്ങനെ ഉണ്ടായ എന്താണ്ടാന്ന് അതിപ്പോ പറയാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗൂഗിളിൽ പോവാ, ഗൂഗിളിൽ അടിച്ചു നോക്കുക, IQ ഓരോ രാജ്യത്തെ ആളുകളുടെ ആവറേജ് IQ. ഇത് ആരെയും കുറച്ച് പറയാൻ വേണ്ടി പറയുന്നാൽ ഇന്ത്യക്കാരുടെ ആവറേജ് IQ, അറബ് രാജ്യങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ആവറേജ് IQ ബേസ് വരുന്നത് 100 എന്ന് പറയുന്നത് ആവറേജ് ആയിട്ടും 70 എന്ന് പറയുന്നത് റിട്ടാർഡഡ് ആയിട്ടും കൺസിഡർ ചെയ്യും. എല്ലാ രാജ്യത്തിന്റെ ആവറേജ് എടുത്ത് നോക്കി 80, 75, 85 ഒരു ശകലം താണ റിട്ടാർഡാ എന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായി കുഴപ്പമുള്ള ആ ലെവലിൽ നിൽക്കുന്ന കുറെ രാജ്യങ്ങളുണ്ട് ആ ഗ്രൂപ്പിൽ. അവർക്ക് ന്യൂക്ലിയർ വെപ്പണൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ AK-47 കൊടുക്കരുത്. മേ ബി അത് കാരണമായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്, ലാപ്ടോപ്പ് ഉൾപ്പെടെ മൊബൈൽ ഉൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങൾ. ഇതിൽ എത്ര എണ്ണം ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചു? നിങ്ങളൊന്ന് നോക്കി. നിങ്ങൾ ദിനവും ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് സാധനങ്ങൾ എടുത്തിട്ട് ആരേത് രാജ്യം അത് ഇൻവെന്റ് ചെയ്തെന്ന് നോക്കി. ഇന്ത്യക്കാരെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാത്സിൽ 0 ഉൾപ്പെടെ നമ്മൾ തുടങ്ങി. കൂടുതലും ജപ്പാനും ചൈനയും എന്തൊക്കെയാണ് അറബ് രാജ്യങ്ങളിലുള്ളത്? അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഓയിലുണ്ട്, കൺട്രിയാണ്. അവരുടെ ഭൂമിക്കടിയിലുണ്ടെന്നല്ലാതെ എന്താണ് അവിടെ അവര് ഡിസൈൻ ചെയ്ത മാനുഫാക്ചർ? അവർ നല്ലോണം ഫുഡ് ഉണ്ടാക്കും കേട്ടോ, ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. അതുപോലെ കണ്ടുപിടിച്ചു കൊടുത്തത് അമേരിക്ക അല്ലേ? അമേരിക്കയാണ് അവിടെ ഓയിൽ ഉണ്ടെന്നും പ്രൊഡക്ഷൻ ഉണ്ടെന്നും കണ്ടുപിടിച്ച് അവർക്ക് അത് ഹാൻഡിൽ ചെയ്തിട്ട് വരുന്നത്. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു സാധനം സ്വന്തമായി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്തിടാൻ നടന്നിട്ടില്ല. അപ്പം ദർ ഈസ് സംതിങ്. അതുകൊണ്ടാണ് ഇന്ത്യൻസിനെ അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ അവർക്ക് ഇന്നും ആവശ്യം. അതിലിപ്പോ UAE പോലുള്ള രാജ്യങ്ങൾ മലയാളികൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. കാരണം എന്താ, ആ രാജ്യമാക്കി തീർക്കാൻ വേർപ്പും ഒരു ജീവിതവും മൊത്തമായി കൊടുത്ത കുറെ മലയാളികളുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഇല്ലേ? ആ രാജ്യമാക്കി മാറ്റാൻ. ഈ യുദ്ധം ഉടനെ അവസാനിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? അല്ല, ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിക്കണം, ഒരുപാട് പേരൊന്നും മരിക്കരുത്. ഇറ്റ്സ് നോട്ട് ഗുഡ്. എന്തിനാണ് വെറുതെ ഇത്രയും ഒരു കാര്യം അറിയാത്ത ആളുകൾ മരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. പക്ഷേ വെച്ച ആവശ്യം എന്തിനീ യുദ്ധം തുടങ്ങിയോ അത് മാറി. അതായത് അയാത്തോളകൾ ഭരിക്കരുത്, ഇതൊരു മുസ്ലിം കൺട്രി ആയിട്ട് ഭരിക്കരുത്, ഒരു ഡെമോക്രാറ്റിക് മുസ്ലിം കൺട്രി ആയിട്ട് നിങ്ങൾക്ക് ഭരിക്കണോ ഭരിച്ചോ, ജനങ്ങൾ തെരഞ്ഞെടുക്കണം ആര് ഭരിക്കണം. ഇന്റേണൽ റെവല്യൂഷൻ അല്ലേ അത് കൊണ്ടുവരേണ്ടതായിരുന്നു. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റെവല്യൂഷൻ, ഇസ്ലാമിക് റെവല്യൂഷൻ പോലെ റെവല്യൂഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്, സിവിൽ വാറുകൾ നടക്കുന്നുണ്ട്. ബട്ട് അവരെ പോലെ വാക്കത്തേക്ക് വന്ന എല്ലാവരെയും അരിഞ്ഞു തള്ളി ഞങ്ങളുടെ രാജ്യമാണ് എന്ന് നമ്മൾ പറയാത്തത് കൊണ്ടാണ് ആ പ്രശ്നം. തിരിച്ച് ക്രിസ്ത്യാനികളും അത് ചെയ്തു തുടങ്ങിയാൽ പഴയ ക്രൂസൈഡേഴ്സ് ചെയ്ത പോലെ
ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, ഒരു ഇന്റേണൽ റെവല്യൂഷൻ വരും. അതില്ലാത്തത് കൊണ്ട് തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പവർ വരേണ്ടി വന്നു. അതുകൊണ്ട് വരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളാണ്, ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ പിടിച്ച് റെപ്രസെന്റേറ്റീവ് ആക്കിയിട്ട് സംസാരിക്കുന്നവരുടെ പേര് ബോർഡിൽ എഴുതാന്ന് പറയും. അപ്പൊ ബാക്കിയുള്ളവന്മാർ പറയും ഇവനേതാ ഈ തെണ്ടി പോലീസ് കളിക്കുന്നതെന്ന് ചോദിക്കും. റൈറ്റ്. അതുപോലെയാണ് ഇപ്പോ ആരും തിരിഞ്ഞു നോക്കാത്ത കുറെ ഊളകൾ ഇവിടെ കിടന്നു അമേരിക്ക ആരാ പോലീസ് കളിക്കാൻ ചോദിക്കുന്നത്. അവര് ലോകത്തെ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സിനെ ഉണ്ടാക്കിയ രാജ്യമാണ്, ക്യാപിറ്റലിസ്റ്റിക് കൺട്രി. ഇവിടെ ഇംഗ്ലീഷ് പോലും പറയാൻ അറിയാത്തവര് മലയാളത്തിൽ കിടന്ന് അമേരിക്ക യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടാകും? ഇവിടെ ഇവര് കാണിക്കുന്നൊക്കെ വെറും ചീപ്പ് ഷോയാണ്. എങ്ങനെ ഒന്നും അറിയാത്ത ചീപ്പായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ചീപ്പായിട്ടുള്ള പരിപാടി ചെയ്യുന്നു. ഇവരിവിടെ പറയുന്നതുകൊണ്ട് അവിടെ യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് അവിടെ യുദ്ധമാണോ, എത്ര പേര് മരിച്ചെന്നോ ഒന്നും അറിയില്ല. എന്നാൽ തൊട്ടപ്പുറം നമ്മുടെ ബോർഡറിൽ നടക്കുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വാറിനെ കുറിച്ച് ആർക്കൊന്നും വേണ്ട. അപ്പൊ ഇതിലൊരു എന്തായാലും ഡബിൾ സൈഡ് ഉണ്ട്. അപ്പൊ ഈ യുദ്ധം നീണ്ടു പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അത് യുദ്ധം നീണ്ടു പോകാതിരിക്കണമെങ്കിൽ ആ രാജ്യത്ത് എത്രയും പെട്ടെന്ന് ഡെമോക്രസി വരണം. ഇതാണ് സത്യാവസ്ഥ. ഈ ഡെമോക്രസി മാത്രമാണോ അവർക്ക് വേറെ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും വേറെ തലത്തിൽ അവർ ഓബ്വിയസ്ലി കാണും. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അമേരിക്കക്കാര് പുണ്യാളന്മാരെ ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. കാരണം അവര് സദ്ദാം ഹുസൈനെ കൊല്ലാൻ വേണ്ടി വന്നിട്ട് അവിടെ ന്യൂക്ലിയർ വാർ ഇട്ടുണ്ട് കിണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തിട്ട് അവിടെ ഒന്നുമില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ ആ രാജ്യത്തെ ഗോൾഡ് മുഴുവൻ തൂക്കിക്കൊണ്ട് അവന്മാർ പോയി. അതുപോലെ എന്തെങ്കിലും ആകാം. ബേസിക്കലി ഈ യുദ്ധത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള അടിയിൽ കൂടുള്ള അജണ്ടകൾ കാണും ബിലോ ദ ടേബിൾ. ബട്ട് ഇറാനിയൻ ജനതയെ സംബന്ധിച്ച് ഇത് അവസാനിക്കണമെങ്കിൽ അവിടെ ഒരു ഡെമോക്രസി വരിക തന്നെ ആവശ്യമാണ്. നമ്മളിവിടെ ചിന്തിച്ചാലോ പ്രവർത്തിച്ചാലോ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ബട്ട് ഈ മീഡിയ നിങ്ങളിൽ ഇൻജെക്ട് ചെയ്യുന്ന വിഷം, സത്യം അറിയാതുള്ള ആ വിഷം വരാൻ പോകുന്ന ഇലക്ഷനിൽ നിങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് ഈ മീഡിയ ഇന്ന് അത് ചെയ്യുന്നത്. ഇത് മാത്രം നമ്മൾ തിരിച്ചറിയും.